ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഇതിനെപ്പറ്റി ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതാണ് നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ട്. പേര് പോലെ തന്നെ ചെറിയ രീതിയിൽ നമ്മുടെ പീനട്ട് അഥവാ കടലയെന്നും കപ്പലണ്ടിയെന്നും ഒക്കെ പറയുന്ന നമ്മുടെ പീനട്ടായിട്ട് ഇതിന് നല്ല സാമ്യമുണ്ട് ടേസ്റ്റിന്. നന്നായി പഴുത്ത പീനട്ട് ബട്ടർ ഫ്രൂട്ടിന് ചുമപ്പ് കളറായിരിക്കും. ഇതിപ്പോൾ ഓറഞ്ച് കളറാണ്, നന്നായിട്ട് പഴുത്തിട്ടില്ല. നമുക്കിന്ന് ഇതുകൊണ്ടൊരു അടിപൊളി മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കിയാലോ? മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായതുകൊണ്ട് തന്നെ നമ്മൾ അധികം പഴുത്തു പോയത് എടുക്കാതെ ഒരു മീഡിയം റൈപ്പായതായിട്ടോ എടുത്തേക്കുന്നത്. അതാണ് ഇതിന് ഓറഞ്ച് കളർ വന്നിരിക്കുന്നത്. ഈ പീനട്ട് ബട്ടർ ഫ്രൂട്ടിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുമുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇന്ന് ഈ മെഴുക്ക് വരട്ടി ഇതുകൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചൂട് കട്ടിയുള്ള ചീനിച്ചട്ടി അടുപ്പ് വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ്. സവോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെൻ്റെ ആൻറ്റിയുടെ സ്പെഷ്യൽ റെസിപ്പി ആട്ടോ. അപ്പം നിങ്ങൾ പീനട്ട് ബട്ടർ ഫ്രൂട്ട് വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ സവോള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ 2 ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാവേ. പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ പച്ചമുളകും കൂടി വാടി വരുമ്പോൾ നമ്മളിതാ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ ഫ്ലഷ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിലെ കുരു നമ്മൾ എടുക്കുന്നില്ല, പുറമേ ഉള്ള ആ ഓറഞ്ച് ഫ്ലഷ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇവിടെ കല്ലുപ്പ് കലക്കിയതിൻ്റെ നീരാട്ടോ ഉപയോഗിക്കുന്നത്. ഉപ്പ് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഉപ്പൊക്കെ എല്ലാത്തേലും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് ആ മഞ്ഞളിൻ്റെ ആ ഒരു കുത്തൊക്കെ മാറുന്ന രീതിയിൽ അതൊന്ന് മൂപ്പിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് വളരെ കുറച്ച് 1 ടേബിൾ സ്പൂണോളം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരാനായിട്ട്. ഇത് മെഴുക്ക് വരട്ടി ആയതുകൊണ്ട് തന്നെ വെള്ളം ചേർത്ത് അധികം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നമുക്കിനി അതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാവേ. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടത് കൊണ്ട് വളരെ കുറച്ച് മാത്രം മുളക് പൊടിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് സമയം കൂടി മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നമ്മൾ ക്യാരറ്റൊക്കെ മെഴുക്കുവരട്ടി വയ്ക്കുന്ന പോലെ തന്നെയുണ്ട്. ടേസ്റ്റും ഏകദേശം അതിൻ്റെ സിമിലർ ആയിട്ട് വരുന്നുണ്ട്. അടിപൊളിയാട്ടോ. എല്ലാവരും പീനട്ട് ബട്ടർ ഫ്രൂട്ട് വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.